ഹലോ ഗായ്സ്, എല്ലാവർക്കും ലിയാലിബിൻ ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ്. വേറൊന്നുമല്ല, എൻ്റെ ഏട്ടൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. അപ്പോൾ 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നായിരുന്നു ആ ദിവസം. അപ്പോൾ ഇത് ചെറിയൊരു ഡേ ആൻഡ് മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഒരു വീഡിയോ എടുത്തത്. വേറെ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ വന്നതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. പോകുമ്പോൾ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വന്നതിന് ശേഷം ഞാൻ ഇൻട്രോ എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ ആദ്യം ഞാനൊരു വീഡിയോ ഇടാം. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്നത്തെ ഒരു വീഡിയോ, വെഡ്ഡിങ് ഡേൻ്റെ അന്ന് ആ ഒരു വീഡിയോ ഞാൻ കുറച്ച് ഭാഗം ഞാൻ ഇതിൽ കാണിക്കാം. എന്നിട്ട് രാവിലെ ഒരു അമ്പലത്തിൽ പോയതും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ ഇവിടെ ഇല്ല, ഞാൻ മാത്രമേ അമ്പലത്തിലെല്ലാം പോയിട്ടുള്ളൂ. ഏട്ടൻ ഇന്ന് രാത്രിയിൽ വരുവേ ഉള്ളൂ. ആൾ കാസർഗോഡാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ പോയി കണ്ടിട്ട് വാ. സൗണ്ടിന് നല്ല പ്രശ്നമുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എന്തായാലും ഇന്ന് എനിക്കിപ്പോൾ എന്തായാലും ഇടാൻ പറ്റില്ല. കാരണം 3/1/2020 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം 3-ാം തീയതി എനിക്കത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനാവില്ല. കാരണം രാത്രി ഏട്ടൻ വരുന്ന വീഡിയോ ഒക്കെ കാണിക്കാമെന്നൊന്നും വിചാരിക്കുന്നു. എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് ഒരു അംഗൻവാടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു 2 മാസത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എല്ലാ ദിവസവും എനിക്ക് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ പറ്റുന്ന ദിവസമെല്ലാം ഞാൻ ഇടുന്നതായിരിക്കും വീഡിയോ. പിന്നെന്താ, ഇനി എല്ലാവരും വന്നാലും വീഡിയോ ഒക്കെ കണ്ടിട്ട് വാ. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണ് പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏട്ടൻ പറഞ്ഞു ഞാനിപ്പോൾ ഒരു അംഗൻവാടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അംഗൻവാടിയിൽ പോകുന്ന വഴിയിൽ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ താഴെ ഒരു അമ്പലമുണ്ട് കേട്ടോ. അവിടെ പോയതിന് ശേഷമാണ് മേലത്തെ അമ്പലത്തിൽ വരേണ്ടത്. അപ്പോൾ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ശിവക്ഷേത്രമായിരുന്നേ. പിന്നെ അധികം ആളും ബഹളങ്ങളോ ഒന്നുമില്ല. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് താഴെ അമ്പലത്തിൽ എടുത്ത വീഡിയോ ആണ്, ഇത് മേലെ അമ്പലത്തിൽ എടുത്ത വീഡിയോ ആണ്. പിന്നെ പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അംഗൻവാടിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനേ എത്തിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി ഗായ്സ്. അപ്പോൾ രാത്രിയിൽ ഏട്ടൻ വരുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ ഞാൻ ഏട്ടന് വാങ്ങിച്ച ഷർട്ടും കാര്യങ്ങളൊക്കെ ഏട്ടനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാണ്ട് ഏട്ടൻ ജസ്റ്റ് രാത്രിയിൽ കുളിയൊക്കെ കഴിഞ്ഞ് മുണ്ടെടുക്കാൻ വേണ്ടി നോക്കുമ്പം കണ്ടോട്ടെ വിചാരിച്ചു. അപ്പോൾ പിന്നെ വിചാരിച്ച് വേണ്ട, ഇങ്ങനെ തന്നെ കണ്ടോട്ടെ ചോദിച്ചാൽ ഇതാട്ടോ ഷർട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയൊരു ഷർട്ടാണ്. അപ്പോൾ ഇതെനിക്ക് വീഡിയോ കറക്റ്റായിട്ട് ഓഡിയോ റെഡി ആയിട്ടുണ്ടായില്ലേ, അതാ ഞാൻ പറയുന്ന ഓഡിയോ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ഏട്ടന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഷർട്ടും കാര്യങ്ങളൊക്കെ, ഏട്ടന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഞാൻ പറഞ്ഞല്ലോ ഒരു അംഗൻവാടിയിൽ താൽക്കാലികമായിട്ട് ടീച്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 2 മാസത്തേക്കാണുള്ളൂ ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ രാത്രിയിൽ ഏട്ടൻ പറഞ്ഞ് നമുക്കൊന്നൊരു സിനിമയ്ക്കൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ച്. വേറെ സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല, കേക്ക് മുറിയോ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഒരു അമ്പലത്തിൽ പോക്ക്. പിന്നെ രാത്രിയിൽ ഏട്ടൻ ലേറ്റായി വരുമ്പോൾ, കാസർഗോഡാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏട്ടൻ ഏകദേശം ഒരു 9 മണി 8:30-9 മണിയൊക്കെ ആകുമ്പോഴാണ് എത്തിയത്. അതിനുശേഷം വന്ന് 10:15 സിനിമയ്ക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. മറ്റേ ആ സിനിമയുടെ പേര് എന്ത് ക്ലബ്ബായിരുന്നു, ഒരു പേരുണ്ട്, ഞാനതിൻ്റെ ലാസ്റ്റ് ഓർമ്മ കിട്ടിയാൽ പറയാം കേട്ടോ. എനിക്ക് ഓർമ്മയില്ല ഏതായിരുന്നു സിനിമ എന്ന്. എന്തോ ഒരു ക്ലബ്ബാണ്, ഫസ്റ്റ് എനിക്ക് ഓർമ്മയില്ലേ. പേരറിയുന്നതിലൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അയ്യോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തിയേറ്ററിലെത്തുന്നതാണ് ഇതായിരുന്നു അതിശയം. ആരുമില്ല ഗൈസ്, ഞാനും ഏട്ടനും മാത്രം. പക്ഷെ പിന്നെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. റൈഫിൾ ക്ലബ്ബോ അങ്ങനെ തോന്നുന്നു സിനിമേൻ്റെ പേര്.
അതാണ് നല്ല ചുമയുണ്ട് അതാ. പിന്നെ അത്രയൊക്കെ ആയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.